പലപ്പോഴും പല വിധത്തിലുള്ള ആസ്ട്രോയിഡുകളെ പറ്റി വാർത്തകളിലും മറ്റുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ചിലത് ഭൂമിയെ തൊട്ടില്ല എന്ന രീതിയിൽ പോയി, അല്ലെങ്കിൽ ചിലത് ഭൂമിയിൽ പതിച്ചു, അതുപോലെ തന്നെ ഉൽക്കകൾ മഴയായ ആകാശത്ത് കണ്ടു, അങ്ങനെ പലതരം വാർത്തകൾ. പക്ഷേ ഈ ഉൽക്കകളെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സൗരയൂഥത്തിൽ എവിടെയാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്? അതോ സൗരയൂഥത്തിന് പുറത്തു നിന്നാണോ ഇവ വരുന്നത്? വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോടെക്. ആസ്ട്രോയിഡ് സൗരയൂഥത്തിന്റെ ഉത്ഭവം തൊട്ടുള്ളതാണ്. ചിലപ്പോൾ ബിഗ് ബാങ്ങിന് ശേഷം കുറച്ചു കാലങ്ങൾക്ക് ഇപ്പുറമായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. പ്രപഞ്ചത്തിന് തന്നെ ഏറ്റവും പഴക്കമുള്ള വസ്തുക്കളുടെ കണക്കെടുത്താൽ അവയിൽ ധാരാളം ആസ്ട്രോയിഡുകളും ആ കൂട്ടത്തിൽ കാണുവാൻ സാധിക്കും. 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സൗരയൂഥം ഉണ്ടായിരുന്നില്ല. ഈ സമയം ഇവിടെ വലിയ പൊടിപടലങ്ങളും വാതകങ്ങളും എല്ലാം നിറഞ്ഞൊരു മേഘം മാത്രമായിരുന്നു. ഇത് നല്ലൊരു ശതമാനവും ഇതിന്റെ കേന്ദ്രത്തിലേക്ക് വന്നു വീണ് സൂര്യൻ ഉണ്ടാകുവാനുള്ള ഇന്ധനമായി മാറുകയായിരുന്നു. സൗരയൂഥത്തിൽ സൂര്യൻ ഉത്ഭവിച്ചതിനു ശേഷവും ധാരാളം പൊടിപടലങ്ങളും പാറകളും മറ്റും സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവ കൂട്ടിയിടിച്ച് കൂടിച്ചേർന്നാണ് വലിയ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരത്തിൽ കൂട്ടിയിടിക്കാതെ ഒറ്റപ്പെട്ട് നടക്കുന്നവയാണ് ആസ്ട്രോയിഡുകൾ. ഇത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തന്നെ, അതായത് കോടിക്കണക്കിന് വലുതും ചെറുതുമായ പാറകഷ്ണങ്ങൾ ഇങ്ങനെയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് കൂടുതലും ദൂരെയും വളരെ കുറച്ച് മാത്രം പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനാലും ഇവയെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് പോലും കാണുക വളരെ ബുദ്ധിമുട്ടാണ്. ഏകദേശം 10 ലക്ഷത്തോളം ആസ്ട്രോയിഡുകളെ ഇതിനോടകം ശാസ്ത്ര സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഏറ്റവും കൂടുതൽ ആസ്ട്രോയിഡുകൾ കാണുന്ന മേഖലയാണ് മെയിൻ ആസ്ട്രോയിഡ് ബെൽറ്റ്. വ്യാഴത്തിന്റെയും ചൊവ്വയുടെയും ഭ്രമണപഥത്തിന്റെ ഇടയിലായി ഒരു കൂട്ടം സ്പേസ് റോക്കുകൾ കാണുന്നുണ്ട്. വളരെ ചെറിയ പാറക്കഷ്ണങ്ങൾ മുതൽ കിലോമീറ്റർ കണക്കിന് വ്യാസമുള്ള ആസ്ട്രോയിഡ് വരെ ഇവിടെയുണ്ട്. ഇതിൽ ഏറ്റവും വലുത് സീരീസ് എന്ന ഡ്വാർഫ് പ്ലാനറ്റ് ആണ്. ഏകദേശം 946 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. ഏകദേശം 19 ലക്ഷത്തോളം വരുന്ന 1 കിലോമീറ്ററിൽ കൂടുതൽ വ്യാസമുള്ള വസ്തുക്കൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. ഇതുകൂടാതെ ദശലക്ഷക്കണക്കിന് ചെറിയ വസ്തുക്കളും ഉണ്ട്. ചിത്രങ്ങളിൽ കാണുന്ന പോലെ ഈ വസ്തുക്കൾ വളരെ അടുത്തൊന്നുമല്ല, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ് ഉള്ളത്. ഇതുപോലെയുള്ള മറ്റൊരു റീജിയനാണ് കൈപ്പർ ബെൽറ്റ്. നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിന് പുറത്തായി ടോറസ് രൂപത്തിലാണ് ഇത് കാണുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു കുള്ളൻ ഗ്രഹമായി പദവി മാറ്റപ്പെട്ട പ്ലൂട്ടോ ഇവിടെയാണുള്ളത്. ഇതുപോലെ വേറെയും ധാരാളം കുള്ളൻ ഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. മാത്രമല്ല, ഇവിടെ കാണുന്ന വസ്തുക്കളിൽ ഏകദേശം 35,000-ഓളം 100 കിലോമീറ്ററിലധികം വലുപ്പമുള്ളവയാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ 20 മുതൽ 200 മടങ്ങ് വരെ ആകെ മാസ് കൈപ്പർ ബെൽറ്റിനുള്ളതായി കണക്കാക്കുന്നു. കൈപ്പർ ബെൽറ്റിന് പുറത്തും അകത്തുമായാണ് സ്കാറ്റേർഡ് ഡിസ്ക് കാണുന്നത്. വളരെയധികം ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മേഖലയിൽ വസ്തുക്കളുടെ എണ്ണം വളരെ കുറച്ച് സാന്ദ്രതയിലാണ്. പീരിയോഡിക്കായി പ്രത്യക്ഷപ്പെടുന്ന പല വാൽനക്ഷത്രങ്ങളുടെയും ഉറവിടം ഇവിടെ നിന്നാണ് എന്നാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെ ഓർബിറ്റുകൾക്ക് സമാനമായി ഓർബിറ്റ് ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ട്രോജൻസ്. മറ്റ് ഗ്രഹങ്ങളുടെ ഓർബിറ്റിൽ ഒരു പ്രത്യേക പൊസിഷനിൽ ലഗ്രാഞ്ചിയൻ പോയിന്റ്സ് എന്ന് പറയും. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സുഗമമായി ഇവയ്ക്ക് ഭ്രമണം ചെയ്യുവാൻ സാധിക്കും. ഇത്തരത്തിൽ ഒട്ടുമിക്ക ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിലും ട്രോജനുകളെ കണ്ടെത്താനായിട്ടുണ്ട്. ബുധൻ 1, ചൊവ്വയ്ക്ക് 14, യുറാനസിന് 2, നെപ്റ്റ്യൂണിന് 28 ട്രോജനുകളെ കണ്ടെത്താനായിട്ടുണ്ട്. ഭൂമിക്ക് 2010 TK7, 2020 XL5 എന്നിങ്ങനെ 2 ട്രോജനുകളാണ് ഉള്ളത്. വ്യാഴത്തിന് 7000-ലധികം സെലസ്റ്റൈൽ ബോഡീസ് അടങ്ങിയ ഒരു ബെൽറ്റ് തന്നെയുണ്ട്. സൗരയൂഥത്തിൽ മറ്റുള്ള വസ്തുക്കൾ ഏതാണ്ട് ഒരേ പ്ലെയിനിലാണ് കാണുന്നത്. എന്നാൽ സൂര്യന് വളരെ അകലെയായി ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ കാണുന്ന ഭാഗമാണ് ഓർട്ട് ക്ലൗഡ്. സൂര്യനിൽ നിന്ന് 3 പ്രകാശവർഷം അകലെ വരെയായി ഈ പാളി കാണുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വസ്തുക്കളാണ് ഇവിടെ ഉള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. ദീർഘകാല ഭ്രമണപഥങ്ങളുള്ള പല വാൽനക്ഷത്രങ്ങളുടെയും ഉറവിടം ഇവിടെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെ സൗരയൂഥത്തിൽ പലയിടങ്ങളിലായി എണ്ണമില്ലാത്തത്ര ആകാശഗോളങ്ങളാണ് വ്യാപിച്ചു കിടക്കുന്നത്. ചിലപ്പോൾ വലിയ വസ്തുക്കളുടെ ഗുരുത്വബലവും ഇവയെ ഭ്രമണപഥത്തിൽ നിന്ന് സ്ഥാനം തെറ്റിക്കാറുണ്ട്. മിക്കവാറും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇവ മറ്റു ഗ്രഹങ്ങളിൽ ചെന്നിടിക്കുന്നത്. വളരെയധികം ചെറുതും പെട്ടെന്ന് കാഴ്ചയിൽ പെടില്ലാത്തതുമായ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിൽ കാണാതെ പോകുന്ന വസ്തുക്കളാണ് കൂടുതലും ഭൂമിക്ക് അപകടം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതെല്ലാം സൗരയൂഥത്തിനകത്തുള്ള വസ്തുക്കളാണ്. ഇതൊന്നുമല്ലാതെ സൗരയൂഥത്തിന് പുറത്തുള്ള വസ്തുക്കളും ചിലപ്പോൾ സൗരയൂഥത്തിനകത്തേക്ക് കടക്കാറുണ്ട്. ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്ട്സ് എന്നാണ് ഇവയെ പൊതുവെ പറയാറ്. ഇത്തരത്തിൽ ആദ്യമായി കണ്ടെത്തിയ ഒരു വസ്തുവാണ് ഒമൗമാവ. 2017 ഒക്ടോബർ 19-നാണ് ഇത് കണ്ടെത്തിയത്. 400 മീറ്റർ നീളത്തിൽ ഒരു സിഗാർ ഷേപ്പിലാണ് ഇതുള്ളത്. ഇങ്ങനെ നീളത്തിലുള്ള ഇതിന്റെ രൂപം സോളാർ സിസ്റ്റത്തിന്റെ മറ്റു വസ്തുക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇത് ശാസ്ത്രജ്ഞരിൽ വളരെയധികം ആശ്ചര്യമുണ്ടാക്കിയ ഒന്നാണ്. ഇതുപോലെ സൗരയൂഥത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി വളരെയധികം ഭീഷണി ഭൂമിക്കുണ്ട്. ഇത്തരത്തിലുള്ള ആസ്ട്രോയിഡുകൾ എല്ലാ ഗ്രഹങ്ങളിലും ധാരാളമായി വന്നു പതിക്കാറുണ്ട്. ഭൂമിയിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളമായി സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.